Praise the Lord. Hallelujah. 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 Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Hallelujah. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഒരു അനുഗ്രഹമേറിയ ഒരു പ്രഭാതയാമം കൂടെ കണ്ടുണരുവാൻ സ്വർഗത്തിലെ വലിയനായ ദൈവം നമുക്ക് സഹായിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രയോ പേർക്ക് ലഭിക്കാത്ത ഒരു മഹൽ ഭാഗ്യമാണ് ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു പുതിയ പ്രഭാതം, പുതിയ നാൾ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തെ നമുക്ക് രാവിലെ സമയം സന്തോഷത്തോടു കൂടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലിയുടെ എല്ലാ അഡ്മിൻസിനും ഈ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർ, കർത്തൃദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹല്ലേലൂയ, വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചതുകൊണ്ട് ഇപ്രകാരം ഒരു നല്ല സന്ദർഭം ദൈവമായി കർത്താവ് നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു എന്നതോർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ஆண்டவரின் இரட்சகருமாக இயேசு கிறிஸ்துவின் நாமத்தினாலே உங்களை அன்புடன் நான் வரவேற்கிறேன், வாழ்த்துகிறேன். கர்த்தருக்குள் பிரியமானவர்களே, அதிகால வேளையில் முன்பே தேவனுடைய ராஜ்யத்தையும் நீதியையும் தேடுங்கள், அதோடு உங்களுக்கு எல்லாவற்றையும் கூடவே கொடுக்கப்படும் என்று சொன்னவர் தேவன் அவர். ஹல்லேலூயா. அவர் சொன்னால் ஆகும். இந்த அதிகால வேளையில் என்ன பிரச்சனையோடு, என்ன பாரத்தோடு, எந்த வேதனையோடு, துக்கத்தோடு நீங்கள் வந்திருக்கிறீர்களா? பிரைஸ் தி லார்ட். அவருடைய முகத்தை பாருங்கள். அவர் நல்லவர். அவர் ஏற்ற வேளையில் அவர் நமக்கு ஹல்லேலூயா எல்லா காரியங்களும் நேர்த்தியாக முடிக்கிறவர் தேவன். அவர் நம்மோடு கூட இருக்கிறவராயிருக்கிறார். பிரைஸ் தி லார்ட். ஹல்லேலூயா. கர்த்தருடைய பிள்ளைங்களே, சந்தோஷத்தோடு, மகிழ்ச்சியோடு, நிம்மதியோடு தேவனை நம்ம தொழுது கொள்வோமா? கர்த்தருடைய சமூகத்தில் நம்ம கடந்து வருவோமா? ഹല്ലേലൂയ. അവർ നമ്മെ ആശീർവദിക്ക വല്ലവരായിരിக்கிறார். പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയരെ, ഈ അതിരാവിലെ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സന്തോഷത്തോടു കൂടി നമുക്കായിരിക്കാം. ഹല്ലേലൂയ. എന്നോടൊപ്പം ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പിച്ച് ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവ്, ഇന്നത്തെ പ്രഭാതയാമം എല്ലാവർക്കും സന്തോഷമായി മാറട്ടെ. കർത്താവ്, ജീവിതത്തിൽ ദുഃഖത്തോടെ, ഭാരത്തോടെ, വേദനയോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ സമയം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഇതുവരെയിൽ അവർ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷത്തെ അനുഭവിക്കുവാൻ ഹല്ലേലൂയ ദൈവമായി കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ശക്തി, ദൈവത്തിൻ്റെ കൃപ ഹല്ലേലൂയ സർവരുടെയും ഹൃദയങ്ങളെ കർത്താവ് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മറവിലായിരിക്കാൻ ദൈവം സഹായിക്കണമേ. അവിടുത്തെ ശക്തിയുടെ മറവിലായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. അത്യുന്നതൻ്റെ മറവിലായിരിക്കാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന ലക്ഷ്യത്തോടെ അവർ കടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ അവർ മുഴങ്കൽപ്പടിയിട്ട് കർത്താവെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരുടെ ജീവിതത്തിലുള്ള ഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ യേശുവിൻ നാമത്തിനാലെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏത് പ്രശ്നങ്ങളിൽ അവർ ഭാരപ്പെട്ടിരുന്നാലും കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് ഈ രാവിലെ സമയം പ്രഭാതവേളയിൽ കർത്താവ് അവരോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവെ സഹായിച്ചാട്ടെ. സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു രാജ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമ രക്ഷകൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ഇന്ന് ലോകം ഭയപ്പെടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് രോഗം അല്ലെങ്കിൽ വ്യാധിയിനാൽ ബാധിക്കപ്പെടുന്നവർ അനേകം. രോഗം ഏതെങ്കിലും ഒരു വിധത്തിൽ രോഗിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം, അവരുടെ സമാധാനം അവരിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഡോക്ടർമാർ കൈവിടുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ മനുഷ്യர்கள் നമ്മെ ഒതുക്കി നിർത്തുന്നത് ചില രംഗങ്ങളുണ്ട്. അവനൊരു രോഗിയാണ്, അവൻ നിത്യരോഗിയാണെന്ന് പറയുന്ന പല സന്ദർഭങ്ങൾ നമ്മളെ ഹല്ലേലൂയ അഭിമുഖീകരിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണമേ. ജീവിതത്തിൽ രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, നിന്ദകളാകട്ടെ, അപമാനങ്ങളാകട്ടെ, എന്ത് തന്നെ കടന്നു വന്നാലും ഹല്ലേലൂയ നസ്രായനായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തിക്ക് നിശ്ചയമായും അവരുടെ ജീവിതത്തിലെ സമാധാനമുണ്ട്. ഈ ലോകത്തിലെ ദുഃഖങ്ങളും ഈ ലോകത്തെ കഷ്ടങ്ങളും ഹല്ലേലൂയ എല്ലാം അവർ സാരമില്ലെന്നെണ്ണം.
പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടെന്നാൽ ഹല്ലേലൂയ നമുക്ക് മുൻപിലായി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നാം ആശ്രയിച്ച്, ആ ദൈവത്തിൽ നാം ഹല്ലേലൂയ ആശ്രയിച്ച് മുമ്പോട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകും. നമ്മുടെ പ്രയാസ പ്രതികൂല മേഖലകൾ നമ്മെ വിട്ട് മാറിപ്പോകും. ജീവിതത്തിൽ നാം സമാധാനമുള്ളവരായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന പ്രഭാതത്തിൽ 2 വിധമായ രോഗികളെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും അതിൻ്റെ സന്ദർഭങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങളോട് അല്പമായി ഒന്ന് വിവരിച്ച് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഈ വേദവചനത്തിൽ നിന്ന് ഞാൻ വിരമിച്ചു കൊള്ളാമെന്ന് ഞാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങളെ വായിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങളെ കർത്താവ് സംസാരിക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മാർമിക ശബ്ദങ്ങളെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ ശബ്ദത്തെ കേൾക്കുവാൻ നിങ്ങൾക്ക് സഹായിക്കുമാറാകട്ടെ. കർത്താവ് ഇടയാക്കട്ടെ. ഹല്ലേലൂയ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു രോഗത്താൽ ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയെങ്കിൽ നിശ്ചയമായി ഇന്ന് പ്രഭാതത്തിൽ അവൻ സുഖം പ്രാപിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യെരുശലേമിലെ ആട്ടുവാതിൽക്കൽ ബെഥേസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏതു വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരും ഇല്ല. ഹല്ലേലൂയ. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ഇവിടെ നാം വായിച്ചു കേട്ടതായ വേദഭാഗത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം എല്ലാവർക്കും സുപരിചിതമാണ്. എങ്കിൽ പോലും 1-2 കാര്യങ്ങൾ ഞാൻ ഈ വചനഭാഗത്തു നിന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ ഓർത്തുകൊള്ളണമേ, യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥേസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ആ കുളത്തിൻ്റെ കരയിൽ അനേക രോഗികൾ അല്ലെങ്കിൽ വ്യാധിസ്ഥർ അവിടെ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരവിടെ കിടക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ദൈവത്തിൻ്റെ ദൂതൻ ആ കുളത്തിലേക്ക് ഇറങ്ങും. കുളത്തിൽ ഇറങ്ങി വെള്ളത്തെ കലക്കുമ്പോൾ അവിടെ കിടക്കുന്നത് രോഗികളിൽ ആരെങ്കിലും ആദ്യം വെള്ളത്തിൽ ഇറങ്ങുന്ന രോഗി ആരായിരുന്നാലും അവൻ സൗഖ്യം പ്രാപിക്കും. ഇതാണ് ഈ ബെഥേസ്ദ കുളത്തിൻ്റെ അതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ദൈവമക്കളെ ഓർത്തുകൊള്ളണമേ, അങ്ങനെ അനേക രോഗികൾ സൗഖ്യം പ്രാപിച്ചു വരികയാണ്. ഈ കുളത്തിൽ ദൂതൻ ഇറങ്ങും. ഏതെങ്കിലും സമയം എപ്പോഴാണ് ദൂതൻ വെള്ളം കലക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ്, ഏത് സമയത്താണ് ദൂതൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അനേക രോഗികൾ ഇവിടെ കിടക്കുകയാണ് സൗഖ്യം പ്രാപിക്കേണ്ടതിനായിട്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ ഓർത്തുകൊള്ളണമേ. എന്നാൽ 38 ആണ്ട് ഒരു മനുഷ്യൻ കുളക്കരയിൽ കിടന്നിട്ട് കൂടെ അവൻ ആ കുളത്തിലേക്ക് ഇറങ്ങുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ അവന് പിൻപിലായി വന്നവരൊക്കെയും സൗഖ്യം പ്രാപിച്ച് കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഓർത്തുകൊള്ളണമേ, എന്താണ് ഇവന് സംഭവിച്ചത്? ഇവൻ എന്തുകൊണ്ടാണ് ഇവൻ സൗഖ്യം പ്രാപിക്കാതെ ആയിരിക്കുന്നത്? ഇവൻ്റെ പ്രശ്നം എന്താണ്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതോ ഇവന് മനസ്സില്ലയോ? ഇവന് സൗഖ്യം പ്രാപിക്കുവാൻ മനസ്സില്ലാതെ ആയിരിക്കുന്നുവോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഓർക്കണമേ ദൈവമക്കളെ, അനേക രോഗികളാണ് അവിടെ സൗഖ്യം പ്രാപിക്കുന്നത്. എന്നാൽ 38 ആണ്ടെന്ന് പറയുമ്പോൾ 1-2 വർഷമല്ല. നോക്കിക്കൊള്ളണമേ, 38 വർഷമെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അത് ചിന്തിക്കാൻ കഴിയില്ല. അത്രമാത്രം വർഷങ്ങൾ അവനവിടെ കിടന്നിരിക്കുക. എന്നാൽ യേശു കർത്താവ് ഹല്ലേലൂയ ഈ ബെഥേസ്ദ കുളക്കരയിലേക്ക് ഒന്ന് കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന പ്രഭാതത്തിൽ ദൈവമക്കളെ, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ, അനേക രോഗത്താൽ ബാധിക്കപ്പെട്ടവർ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, 38 ആണ്ട് കുളക്കരയിൽ കിടന്ന മനിതനെ കണ്ട് കർത്താവ് ഹല്ലേലൂയ ഇറങ്ങി വന്ന് കർത്താവ് അവൻ്റെ അരികിൽ വന്ന് ചോദിക്കുക, നിനക്ക് സുഖം പ്രാപിക്കുവാൻ മനസ്സുണ്ടോ? അല്ലാതെ നിനക്ക് സൗഖ്യം പ്രാപിക്കുവാൻ മനസ്സുണ്ടോ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഓർത്തുകൊള്ളണമേ, ഇവൻ്റെ മറുപടി അവൻ്റെ റിപ്ലൈ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു റിപ്ലൈയാണ് അവൻ കർത്താവിനോട് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ രോഗി അവനോട് പറയുക, യജമാനനെ,
വെള്ളം കലങ്ങുമ്പോൾ ഹല്ലേലൂയ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല. പ്രൈസ് ദി ലോർഡ്. വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേകരും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. കർത്താവിലേക്ക് വരുവാൻ മനസ്സുണ്ട്, എന്നാൽ അവന് പല വിധത്തിലുള്ള രോഗം അല്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാൽ ബാധിക്കപ്പെട്ടവനായിട്ട് യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വരുവാൻ വയ്യാത്ത അവസ്ഥയിൽ നീറിപ്പുകയുന്ന സഹോദരങ്ങളെ എന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളുടെ ഉള്ളില്ലായ്മയെ, നിങ്ങളുടെ ഹൃദയം തുറന്ന് കർത്താവിനോട് നിങ്ങൾ പറയുമോ? കർത്താവേ, ദൂതൻ വെള്ളത്തിലിറങ്ങുമ്പോൾ, വെള്ളം കലക്കുമ്പോൾ എന്നെ അവിടേക്ക് ഇറക്കുവാൻ ആരുമില്ലപ്പാ, എൻ്റെ അവസ്ഥ ഇതാണെന്ന് നിങ്ങൾ പറയുമോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉള്ളത്തിനാഴത്തെ മനസ്സിലാക്കി, കർത്താവ് അവൻ്റെ വേദനയെ കണ്ട്, കർത്താവ് അവൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് അവനോട് പറയുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുക, നിന്റെ കിടക്കയെടുത്ത് നട. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ പ്രഭാതവേളയിൽ ഏതെങ്കിലും രോഗത്താൽ, അയ്യോ എൻ്റെ കുഞ്ഞിന്, എൻ്റെ മകന്, എൻ്റെ മകൾക്ക് ഇന്ന രോഗമുണ്ട് ദൈവമേ, ഹല്ലേലൂയ, ഞങ്ങൾ എങ്ങനെയാകും, എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താകും, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്താകുമെന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ, കർത്താവിനെ നോക്കി നിങ്ങൾ പറയുമോ? കർത്താവേ, ദൂതൻ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ദൂതൻ കുളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്നെ ആരുമില്ലപ്പ അങ്ങോട്ടെ എടുത്ത് ഹല്ലേലൂയ വെള്ളത്തിലേക്ക് ഇറക്കുവാൻ എനിക്ക് ആരുമില്ലെന്ന് നിങ്ങൾ യഥാർത്ഥമായിട്ട് നിങ്ങൾ കർത്താവിനോട് പറയുമോ? നിശ്ചയമായും കർത്താവ് നിങ്ങളിൽ ഹല്ലേലൂയ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയെ കണ്ട് കർത്താവ് സൗഖ്യം തരുവാൻ ഹല്ലേലൂയ മനസ്സുള്ള ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ദൈവമക്കളെ, മനസ്സലിവിൻ്റെ ദൈവമാ, ദീർഘക്ഷമയുള്ള ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ കരയുന്നത് കാണുമ്പോൾ, അവൻ ദുഃഖിക്കുന്നത് കാണുമ്പോൾ, അവൻ്റെ കണ്ണുനീരെ കാണുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ദൈവത്തിലാണ് നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഈ 38 ആണ്ട് കുളക്കരയിൽ കിടന്ന മനിതനോട് കർത്താവ് പറയാം, നീ കിടക്കെടുത്ത് നടക്ക എന്ന്, നിനക്ക് സൗഖ്യമാണ്. പ്രിയരെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ അവന് മാത്രമല്ല, അവൻ്റെ കിടക്കയ്ക്ക് പോലും സൗഖ്യമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. എടുത്തിട്ട് പോ, മതി നീ കിടന്നത്. ഹല്ലേലൂയ. നീ 38 ആണ്ട് കിടന്നില്ലേ, മതി. ഇനി നീ ഇവിടെ കിടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവ് വന്നു കഴിയുമ്പോൾ പ്രിയരെ, രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, നിന്ദകളാകട്ടെ, അപമാനങ്ങളാകട്ടെ, ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുമെന്നത് മറന്നു പോകരുത്. നസ്രനായ യേശു നമ്മിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു പ്രിയരെ. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിരാശയുടെയും ദുഃഖത്തിൻ്റെയും വക്കിലാണ് നാം പലപ്പോഴും ആയിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണമേ, മരണ ഇരുളിൻ പള്ളത്താക്കിലൂടെ കടന്നു ചെന്നാലും അവിടെയും ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ പൈതലേ, മറന്നു പോകരുത്. ഹല്ലേലൂയ. മറ്റൊരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകട്ടെ. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആ 43 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. അന്ന് 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളും, ഹല്ലേലൂയ, രക്തസ്രാവമുള്ളവളും എല്ലാ വൈദ്യന്മാർക്ക്, അതായത് അങ്ങനെയില്ല, അതിൻ്റെ 43 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്ന് 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളും മുതൽ എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാഞ്ഞവളുമായി ഒരു സ്ത്രീ പുറകിൽ അടുത്ത് ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി. എന്നെ തൊട്ടത് ആരെന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ, ഗുരുവോ, പുരുഷാരം നിന്നെ തിക്കിത്തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. യേശുവോ, ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ഞാനത് വായിക്കുന്നില്ല, എങ്കിൽ ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. 12 സംവത്സരമായി രക്തസ്രാവത്തിനാൽ ബാധിക്കപ്പെട്ട ഒരു സ്ത്രീ. നമുക്കറിയാം പ്രിയരെ, ഹല്ലേലൂയ, 12 സംവത്സരം, 12 വർഷം എന്നൊക്കെ പറയുന്നത് എത്രമാത്രം വളരെ ദയനീയമായൊരവസ്ഥയാണ്. കാരണം അവളാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ജീവിത
ജീവിതത്തിൻ്റെ സകലം അവൾ വെറുത്തു തുടങ്ങി. കാരണം അവളുടെ ജീവിതമേ അത്രയേ ഉള്ളൂ, ഇനി അവൾക്ക് മുമ്പോട്ട് ജീവിക്കാൻ കഴിയുകയില്ല എന്ന് നിരാശയോടെ வாழ்ந்துകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണത്. അവൾക്കുണ്ടായിരുന്ന ആസ്തികളെല്ലാം അവൾ വിറ്റഴിച്ച് അനേക വൈദ്യന്മാർക്ക് അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് അവൾ കൊടുത്തു. എന്നിട്ട് അവൾക്കിനിയും അവളുടെ ജീവിതത്തിൽ ഒന്നുമില്ല പ്രിയരെ. ഒരു നല്ല വിഷയങ്ങളിലോ ഒരു നല്ല ഫംഗ്ഷനുകളിലോ ഒന്നും അവൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുകയില്ല. അത്രമാത്രം ജീവിതം നിരാശയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ. എന്നാൽ ഇവൾ എങ്ങനെയോ അവൾ കേൾവിപ്പെട്ടു കർത്താവ് യേശു അതുവഴി കടന്നു വരുന്നു എന്ന. പ്രിയരെ, അവൾ ഒരു ഉറച്ച തീരുമാനമെടുക്കുകയാണ്. അവളുടെ തീരുമാനം എന്താണ്? അവൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, മറ്റുള്ളവർ കണ്ടില്ലെങ്കിലും ശരി, അവരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, യേശുവിന്റെ അവൾ എങ്ങനെയോ കഷ്ടപ്പെട്ട് അവൾ യേശുവിന്റെ അരികിലെത്തി. യേശുവിന്റെ വസ്ത്രത്തിൽ അവൾ തൊട്ടു. അവൾ തൊട്ടതിന് ശേഷം ഓടിപ്പോയി എന്നാണ്. കുറേ ദൂരം അവൾ ഓടിപ്പോയി ഇന്ന് നിൽക്കുക. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? അവളും ഭയന്ന് നിൽക്കുക. യേശുവിൻ്റെ വസ്ത്രത്തിൽ അവൾ തൊട്ടു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യേശു കർത്താവ് ചോദിക്കുകയാണ്, എന്നെ ഇപ്പോൾ തൊട്ടത് ആര് എന്ന്. നോക്കണമേ ദൈവമക്കളെ. എന്നാൽ അവിടെ ശിഷ്യന്മാർ മറുപടി പറയുന്നുണ്ട്. അവർ പറയാ, ഗുരു ഈ ആൾത്തിരക്കിനിടയിൽ, ഈ ആൾക്കൂട്ടത്തിനിടയിൽ എന്നെ തൊട്ടത് ആരെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയുവാൻ കഴിയും എന്ന പത്രോസും മറ്റുമൊക്കെ പറയുന്നുണ്ട്. എന്നാൽ യേശു കർത്താവ് പറയുന്നു, എൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ചെന്നത് എന്ന് കർത്താവ് പറയുക. നോക്കണമേ ദൈവമക്കളെ, ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം. അവൾ തീരുമാനമെടുക്കുമ്പോഴും യേശു അറിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അവൾ യേശുവിൻ്റെ വസ്ത്രത്തിലേക്ക് ഒന്ന് തൊടുവാനായിട്ട് അവൾ ആഗ്രഹിച്ച ആൾത്തിരക്കിനിടയിൽ വളരെയേറെ കഷ്ടം സഹിച്ച് അവൾ കടന്നു വരുമ്പോഴും യേശു അറിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ വസ്ത്രത്തിൽ അവൾ തൊട്ടിട്ട് അവൾ ഓടുമ്പോഴും യേശു കണ്ടതുമാണ്, യേശു അറിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഹല്ലേലൂയ, പിന്നെ എന്തിനാണ് യേശു അങ്ങനെ ചോദിച്ചത്? പ്രൈസ് ദി ലോർഡ്. ഓർക്കണമേ ദൈവമക്കളെ, സുഖം പ്രാപിച്ചവർ തങ്ങളുടെ സാക്ഷ്യം പ്രസ്താവിക്കേണ്ടത് ആവശ്യമുള്ളൊരു കാര്യമാണ്. എന്നാൽ ഹല്ലേലൂയ, യേശു കർത്താവ് അവളെ കൊണ്ട് തന്നെ, അവളുടെ വായാൽ അവൾക്ക് നടന്നത് എന്താണെന്ന് ജനങ്ങൾ അറിയണം. ജനങ്ങളുടെ മുമ്പിൽ അവൾ സാക്ഷ്യം പ്രസ്താവിക്കണം. അതിന് മാത്രമാണ് യേശു കർത്താവ് ചോദിക്കുന്നത്, എന്നെ തൊട്ടത് ആര് എന്ന്. എന്നാൽ ദൂരെ നിന്നുകൊണ്ട് കേട്ടുകൊണ്ടിരുന്ന ആ സഹോദരി, ആ സ്ത്രീ ഓടി വന്ന് പറയുക, ഗുരു, അങ്ങേ തൊട്ടത് ഞാനാണ്. ഹല്ലേലൂയ. അവൾക്ക് നടന്നതെല്ലാം അവൾ പറയുക. 12 വർഷമായി ഞാൻ രക്തസ്രവത്തിനാൽ ബാധിക്കപ്പെട്ട് അനേക വൈദ്യർക്ക് ഞാൻ കൊടുത്തു. എൻ്റെ എല്ലാ ആസ്തികളും, എൻ്റെ സ്വത്ത് സുഖങ്ങൾ സകലതും നഷ്ടപ്പെട്ടു. എന്നിട്ട് കൂടെ ഹല്ലേലൂയ, ഞാൻ ഒരു സുഖം കണ്ടില്ല, എനിക്ക് സൗഖ്യമുണ്ടായില്ല. എന്നാൽ നസ്രനായ യേശു ഇതുവഴി കടന്നു വരുന്നു എന്ന് ഞാൻ അറിഞ്ഞത് മുതൽ എൻ്റെ യേശുവിനെ എങ്ങനെയെങ്കിലും തൊടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് സൗഖ്യം വേണമെന്ന് അവൾ ഹല്ലേലൂയ അവൾ യേശുവിൻ്റെ അരികിൽ പറയുകയാണ്. ദൈവമക്കളെ ഓർത്തുകൊള്ളണമേ, യേശുവിനെ അവൾ തൊട്ടില്ല, യേശുവിൻ്റെ വസ്ത്രത്തിലാണ് തൊട്ടത്. എന്നാൽ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോഴേക്കും യേശുവിൻ്റെ ശക്തി അല്ലത് പവർ ഹല്ലേലൂയ അത് അവളിലേക്ക് പാഞ്ഞെത്തി എന്നാണ് നാം വചനം വായിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കളെ, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു നിലയിൽ ഹല്ലേലൂയ നിങ്ങൾ രോഗിയായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ഇന്ന രോഗമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇന്ന രോഗത്താൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ പൈതൽ നടക്കുവാൻ അവന് കഴിയുന്നില്ല, ബലശേഷിയുള്ള പൈതലാണ് എൻ്റെ കുഞ്ഞ്, ഫിക്സ് രോഗത്താൽ ബാധിക്കപ്പെട്ടൊരു പൈതലാണ് എൻ്റെ പൈതൽ എന്നിങ്ങനെ പലവിധമാകുന്ന രോഗങ്ങളാൽ ഡയാലിസിസിലും മറ്റുമൊക്കെ കഴിയുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഹൃദയം തകർന്നു പോകാറില്ലേ ദൈവമക്കളെ? ഹല്ലേലൂയ. ഒരു കാര്യം ഓർത്തുകൊള്ളണമേ, ഏതെങ്കിലും രോഗത്താൽ ബാധിക്കപ്പെട്ടൊരു വ്യക്തി ഹല്ലേലൂയ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളണമേ, നിങ്ങൾ ഇന്ന് തന്നെ പ്രഭാതത്തിൽ ഒരു നല്ല തീരുമാനമെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ അടുത്തു വരയണം. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ. ആ സ്ത്രീ 12 വർഷം രക്തസ്രാവത്തിനാൽ ബാധിക്കപ്പെട്ട സ്ത്രീ ഉറച്ച തീരുമാനമെടുത്തവൾ ഓണിത്തരമായി ഉറച്ചത് എന്താണ്? യേശുവിനെ തൊട്ടാൽ സൗഖ്യമാകുമെന്ന് അവൾ വിശ്വസിച്ചു. അവളുടെ വിശ്വാസമാണ് അവളെ രക്ഷിച്ചത്. ഹല്ലേലൂയ. അനേകരുടെ മധ്യത്തിൽ അവൾ അപമാനമോ നിന്നയോ ഒന്നും തന്നെ അവൾ ചിന്തിച്ചില്ല. അവളുടെ ആവശ്യം സൗഖ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കളെ, സൗഖ്യം വേണമെങ്കിൽ യേശുവിനെ തൊടാൻ ശ്രമിക്കണം, യേശുവിനോട് സംസാരിക്കാൻ ശ്രമിക്കണം, യേശുവിൻ്റെ അഴക് കാണുവാൻ ശ്രമിക്കണം. ഹല്ലേലൂയ. യേശുവിനെ തൊട്ടെങ്കിൽ മാത്രമേ സൗഖ്യമുണ്ടാവുകയുള്ളൂ. ഈ ലോക വൈദ്യന്മാരെ ആശ്രയിച്ച് പോകുന്നതിനേക്കാൾ എൻ്റെ യേശുവിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഹല്ലേലൂയ, യേശു നിങ്ങൾക്ക് സൗഖ്യം തരുവാൻ മതിയായവനാണ്. യേശുവിനെ
യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സൗഖ്യമായിട്ടുണ്ട് എന്നത് മറന്നു പോകരുത്. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവ പൈതലേ, യേശുവിൻ്റെ രക്തത്താൽ നമ്മെ ഓരോരുത്തരെയും കർത്താവ് കഴുകി മുദ്രയിടുമാറാകട്ടെ എന്ന് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ഓർത്തുകൊള്ളണമേ, 38 ആണ്ട് കുളക്കരയിൽ കിടന്ന മനിതനെ കണ്ട് കർത്താവ് ചോദിക്കുക, മതി, ഇനി അവൻ കിടന്നത് മതി. ഹല്ലേലൂയ. കാരണം 38 വർഷം അവന് ചാൻസ് ഉണ്ടായിരുന്നു. ആ ചാൻസുകളൊക്കെ അവൻ നഷ്ടപ്പെടുത്തി. കാരണം അവനാൽ കഴിയുന്നില്ല. ഒരു പക്ഷേ അവൻ ഡയാലിസിസ് വന്ന ഒരു മനുഷ്യനാവാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ്റെ കൈയും കാലും ഒക്കെ തളർന്നൊരു വ്യക്തിയാവാം. അവന് ഒരുപക്ഷെ ഈ നല്ല കാലും കൈയോടെ നടന്നു വരുന്നവർ വേഗം അവരിറങ്ങും. എന്നാൽ ഈ പാരാലിസിസ് വന്നൊരു വ്യക്തിയാണെങ്കിൽ അവനാൽ എഴുന്നേറ്റ് പോകാൻ കഴിയുകയില്ല. അവൻ്റെ ജീവിതത്തിലുള്ള മുടന്ത് അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലുള്ള തകർച്ച അവൻ്റെ പാരാലിസിസ് തന്നെ ആയിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. ആകയാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണമേ, യേശു വന്നപ്പോൾ അവൻ പൂർണ്ണ സൗഖ്യമുള്ളവനായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു കടന്നു വന്നപ്പോൾ 12 വർഷം രക്തസ്രാവത്തിനാൽ ബാധിക്കപ്പെട്ട സ്ത്രീ അവൾ സൗഖ്യം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. യേശു വരണം പ്രിയരെ. ഹല്ലേലൂയ. ചില നേരങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് അങ്ങനെ പറയുവാനായിട്ട് കഴിയുകയില്ല. കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും, അല്ലെ എൻ്റെ കർത്താവ് പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞ് തീർത്തും നമ്മൾ അങ്ങനെ പോകരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ പടിയിട്ട് ഉപവാസത്തോടെ കരച്ചിലോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരണം. കർത്താവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് മാത്രം നിങ്ങൾ കടന്നു പോകണമേ. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടോ, നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്ന് നിങ്ങൾ വിശ്വസിച്ച് അങ്ങനെ പോകരുത്. കാരണം ഹല്ലേലൂയ നമുക്കറിയാം പ്രിയരെ, യേശുവിൻ്റെ അമ്മ, അതായത് യേശുവിൻ്റെ അമ്മയപ്പന്മാർ യെരുശലേമിലേക്ക് അവർ പെസഹ ആചരിക്കേണ്ടതിന് വേണ്ടി കടന്നു വന്നു. എന്നാൽ അവർ ഹല്ലേലൂയ പെസഹ എല്ലാം കഴിഞ്ഞ് അവരൊക്കെ കടന്നു പോയി. എന്നാൽ യേശു അവരോടൊപ്പം ഉണ്ടെന്നാണ് വിചാരിച്ചത്. ഒരു പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ നോക്കണമേ, ഒരു നാൾ വഴിദൂരെ യാത്ര ചെയ്ത് കടന്നു പോയതിന് ശേഷമായി അവർ ചിന്തിക്കുക യേശു എവിടെയെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് യേശു കർത്താവ് അവരോട് കൂടെ ഇല്ല എന്നുള്ളത്. അനേകരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാ. ഹല്ലേലൂയ. ചുമ്മാ ഓടിപ്പിടിപ്പിനായി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് പാട്ടുപാടി കടന്നുപോയാൽ ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല. ഹല്ലേലൂയ. ഓർത്തുകൊള്ളണമേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ കണ്ണുനീരോടെ കരച്ചിലോട് ഉപവാസത്തോടു കൂടി ആയിരിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. അവരുടെ പ്രാർത്ഥന കേൾക്കാൻ പോണോ? നമ്മൾ ഓടി നടന്ന് പെട്ടെന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്നവരുടെ പ്രാർത്ഥനയൊന്നും കേൾക്കത്തില്ല. അതിനൊന്നും അവിടെ നേരമില്ല. ഓർത്തുകൊള്ളണം, ഇന്ന പ്രഭാതത്തിൽ ഒരു നല്ല തീരുമാനമെടുത്ത് ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിക്കുമെങ്കിൽ നിശ്ചയമായും ഹല്ലേലൂയ 12 വർഷം രക്തസ്രാവത്തിനാൽ ബാധിക്കപ്പെട്ട സ്ത്രീക്ക് സൗഖ്യം വന്നുവെങ്കിൽ നമുക്കും ഹല്ലേലൂയ യേശുവിനെ തൊടുവാനായി ഹല്ലേലൂയ നമുക്ക് ചിന്തിച്ചുകൂടെ? പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം പ്രിയരെ, വളരെ പെട്ടെന്ന് ഞാൻ ഈ ഭാഗത്തുനിന്ന് ഞാൻ നിർത്തിക്കൊള്ളാം. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, സക്കായി ആളിൽ കുറിയവനായിരുന്നു. എന്നാൽ സക്കായി യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജനക്കൂട്ടത്തിനിടയിൽ താൻ കണ്ടുപിടിച്ചത് എന്താണ്? കാട്ടത്തി വൃക്ഷത്തിന്മേൽ കയറിയിരുന്നെങ്കിലും യേശു കർത്താവിനെ കാണണമെന്ന് സക്കായി ആഗ്രഹിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, സക്കായിയുടെ ആഗ്രഹത്തെ നിറവേറ്റുവാൻ കർത്താവ് കാട്ടത്തി വൃക്ഷത്തിൻ്റെ അരികിൽ വന്നപ്പോൾ കർത്താവ് മുകളിലേക്ക് നോക്കി, സക്കായിയെ, നീ ബന്ധപ്പെട്ട് കീഴേയിറങ്ങി വാ. ഹല്ലേലൂയ. അപ്പോൾ സക്കായി ആഗ്രഹിച്ചത് കാട്ടത്തി വൃക്ഷത്തിന്മേൽ കയറണമെന്ന് ചിന്തിച്ചപ്പോഴും കർത്താവ് അറിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. സക്കായി വൃക്ഷത്തിന് മുകളിൽ കയറി ഇരിക്കുന്നത് യേശുവിന് മാത്രമേ അറിയുകയുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവ് സക്കായിയോട് പറയാ, ഇന്ന് ഞാൻ നിന്നോട് കൂടെ പാർക്കേണ്ടതാകുന്നു. നോക്കണമേ ദൈവമക്കളെ, കർത്താവിനെ കാണുവാനോ കർത്താവിനെ തൊടുവാനോ ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോടുകൂടി കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് രാജാവ് എന്താണ് ആഗ്രഹിച്ചത്? ഹല്ലേലൂയ യഹോവയുടെ മനോഹരത്വം കാണുവാനും യഹോവയുടെ ആലയത്തിൽ വസിപ്പാനും. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ മനോഹരത്വം, കർത്താവ് എങ്ങനെയുള്ള ഒരു ദൈവമാണെന്ന് കാണുവാൻ ദാവീദ് വളരെയേറെ ആഗ്രഹിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ മനോഹരത്വം, കർത്താവിൻ്റെ അഴക് കാണണം. കർത്താവ് എങ്ങനെയുള്ള ഒരു ദൈവമാണെന്ന് കാണുവാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ദാവീദ്. ഹല്ലേലൂയ. ഇന്ന പ്രഭാതത്തിൽ ദൈവമക്കളെ, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഒരു കാര്യം വ്യക്തമായി പറയട്ടെ. നാം കർത്താവിനെ തൊടുവാൻ ആഗ്രഹിക്കണം, കർത്താവിനെ കാണുവാൻ ആഗ്രഹിക്കണം, കർത്താവിനോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കണം, കർത്താവിൻ്റെ മനോഹരത്വം കാണുവാൻ ആഗ്രഹിക്കണം. ഈ കാര്യങ്ങൾ ദൈവത്തോട് നാം ചോദിക്കുമ്പോൾ നിശ്ചയമായും വിടുതൽ അവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ശക്തി പുറപ്പെടും, നിശ്ചയമാണ്. ഹല്ലേലൂയ. ഒരു വിധത്തിലും നിങ്ങൾ അധൈര്യപ്പെടേണ്ട ആവശ്യം ഇല്ല. ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ,
കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹം നമുക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. മാറാത്ത സ്നേഹമുള്ള ദൈവം, നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം, നമ്മെ കരുതുന്ന ഒരു ദൈവം, ഇത്രമാത്രം നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ ഏതെങ്കിലും രോഗത്താൽ ബാധിക്കപ്പെട്ട ഒരു വ്യക്തി നിങ്ങളെന്നെ കേട്ടുകൊണ്ടിരുന്നു എങ്കിൽ നിശ്ചയമായും യേശുവിൻ്റെ അരികിലേക്ക് ഓടിവാ. യേശുവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളെ സമർപ്പിക്കുമോ? അവൻ മതിയായവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കൊരു പഴയ ഒരു പാട്ടിൻ്റെ 1-2 ലൈൻ പാടി നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തൻ്റെ കരുണയെത്രയോ അതീവശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. തൻ്റെ കരുണയെത്രയോ അതീവശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. ലംഘനങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തൻ്റെ സ്നേഹത്താൽ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മോടെപ്പോഴും കൂടെ ഇരിക്കുന്ന ഒരു ദൈവം, മാറാത്ത ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ നാം ഒന്നുമില്ല ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സ്നേഹം, ഹല്ലേലൂയ, പരിമിതികളില്ലാത്തൊരു സ്നേഹം. ആ സ്നേഹത്തിൻ്റെ മുൻപിൽ നാം ഒന്നുമില്ല. ആകയാൽ ഇന്ന പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളെ കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയരെ. കർത്താവ് നമ്മെ വിട്ടുവയ്ക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മളെ സമർപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവ്, ഇന്ന് പ്രഭാതത്തിൽ അപ്പാ ഞങ്ങൾ കേട്ടതായ വചനം ഞങ്ങൾക്കെല്ലാവർക്കും അത് അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ കരുതട്ടെ. അപ്പാ ഹല്ലേലൂയ. വ്യത്യസ്ത കുളക്കരയിൽ കിടന്ന മനിതനെ കണ്ട് നിനക്ക് സുഖമാകുവാൻ, നിനക്ക് സൗഖ്യം പ്രാപിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് കർത്താവ് ചോദിച്ചവന് സൗഖ്യത്തെ കൊടുത്ത ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 12 വർഷമായി ഹല്ലേലൂയ രക്തസ്രാവത്തിനാൽ ബാധിക്കപ്പെട്ട സ്ത്രീ അങ്ങയുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊട്ടപ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ ഇന്ന പ്രഭാതത്തിൽ കർത്താവെ, അടിയൻ്റെ ഈ സന്ദേശത്തെ കേട്ട് കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ സമർപ്പണ സ്വഭാവമുള്ള, സമർപ്പണ ഗുണമുള്ള ഹല്ലേലൂയ ദൈവമക്കളെ കർത്താവ് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സ്വർഗത്തിൽ നിന്നവരെ കാണുമാറാകണമേ. അവരുടെ ആവശ്യഭാരങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു ദൈവിക സുഖം, ദൈവിക സൗഖ്യം അവരിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കും. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ് അരുമ രക്ഷകൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, നിങ്ങളിവിടെ കേട്ടതായ ഈ വചനം ഹല്ലേലൂയ അതെല്ലാവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 38 ആണ്ട് കുളക്കരയിൽ കിടന്ന മനിതന് സൗഖ്യം വന്നു എങ്കിൽ, 12 വർഷം ബ്ലീഡിംഗ് ആയിരുന്ന സ്ത്രീ അവൾക്ക് സൗഖ്യം വന്നു എങ്കിൽ, നിശ്ചയമായും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവിനെ കാണുവാൻ, കർത്താവിനെ ദർശിക്കുവാൻ, കർത്താവിനോട് സംസാരിക്കുവാൻ, കർത്താവിനെ തൊടുവാൻ ആഗ്രഹിക്കുന്നുവോ? നിശ്ചയമായും കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്, നമ്മുടെ യാചനകൾക്ക് മറുപടി തരുന്ന ദൈവമാണ്. ആ ദൈവത്തെങ്കിലേക്ക് നിങ്ങൾ സമർപ്പണത്തോടെ ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ അടുത്ത് വരുമോ? ദൈവമായി കർത്താവ് ഈ വചനങ്ങളിലൂടെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. എനിക്ക് ഇപ്രകാരം പിന്നെയും റോസ് ഫാമിലി സഹോദരങ്ങളോട് ഞാൻ എൻ്റെ നന്ദിയെ ഞാൻ വീണ്ടും അറിയിച്ചുകൊണ്ട് എന്നെ ഇത്രയും സമയം ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.